നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗമൊരുങ്ങിടാം. ദീപം തെളിക്കാറായി, ഓ ദീപം തെളിക്കാറായി, ഓ ദീപം തെളിക്കാറായി, നാം വേഗമൊരുങ്ങിടാം. എണ്ണ നിറയ്ക്കാറായി, ഓ എണ്ണ നിറയ്ക്കാറായി, ഓ എണ്ണ നിറയ്ക്കാറായി, നാം വേഗമൊരുങ്ങിടാം. ആർപ്പുവിളി കേൾക്കാറായി, ഓ ആർപ്പുവിളി കേൾക്കാറായി, ഓ ആർപ്പുവിളി കേൾക്കാറായി, നാം വേഗമൊരുങ്ങിടാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല അപ്പോൾ ദാനമായി നൽകി തരേണ്ടതിനായി അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2024 12-ാമത്തെ ദിവസത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലും പ്രവേശിപ്പിച്ച ദൈവത്തിന് നന്ദി, സ്തോത്രം. 11 മാസക്കാലം അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും കർത്താവ് ഞങ്ങളെ അതിശയമായി പൊന്നുകരം ചാർത്ത് പിടിച്ച് അവിടുത്തെ ആലോചനയിൽ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങൾ ഒരുക്കത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയമക്കളുമായി കടന്നു വരുന്ന ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും അങ്ങയുടെ പാദപിടത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവിൻ്റെ പാദപിടം ചേർന്ന് കടന്നു വരുന്നവർ ഒരു നാളിൽ ലജ്ജിച്ചവനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. കർത്താവേ, അടിയങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലോട്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടിയിരിക്കണമേ. ആപത്തണ്ടത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമേ കർത്താവേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലജ്ജിച്ചുവാൻ സമ്മതിക്കല്ലേ. ആരുടെയും മുൻപിൽ തലകുനിക്കാൻ അനുവദിക്കല്ലേ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദിനംതോറും തന്ന് ഇന്ന് വരെ പോഷിപ്പിച്ച ദൈവം പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എല്ലാം ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് അങ്ങയോട് ആലോചന ചോദിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ അവരെ പൊതിയുമാറാകണം. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടുവാൻ അനുവദിക്കരുത്. മാതാപിതാക്കളെ വിട്ട് സ്വന്തം നാട് വിട്ട് അന്യദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠനത്തിനും ജോലിക്കുമായിട്ടൊക്കെ കടന്നു പോയിരിക്കുന്നു. തമ്പുരാനെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ കർത്താവി, ഹാലലുയ. ഈ സമയം ഹാലലുയ കർത്താവി. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. അവിടുത്തെ കൃപയിലങ്ങ് പൊതിയണമേ. വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അലയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗ ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നതോർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡിസംബർ മാസത്തിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹാലലു ഒരിക്കലും പറ്റാത്ത നീരറവ ആമേൻ ഹാലലിയെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹാലലുയ കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിപ്പാൻ അവസരമൊരുക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാനും സഹായിക്കണമേ അപ്പാ. ഇന്നുവരെ അത്ഭുതം അതിശയമായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങളെ ചെയ്ത് ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഹാലലുയ കർത്താവേ, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് സമാധാനത്തിലും സന്തോഷത്തിലും സൗഖ്യത്തിലും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ധാരാളമാർന്ന കൃപ ഓരോ മക്കളുടെ മേലും ഇറക്കിക്കാട്ട് കർത്താവ്. ഹാലലി. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ ഉള്ള കരത്തിൽ വഹിക്കണമേ. അതികഠിനമായ മഴയുടെ ഭാരത്താൽ ഹാലലി കർത്താവ് പലവിധ പ്രയാസത്തിൽ നടുവിൽ കൂടി കടന്നു പോകുന്നവരൊക്കെ ഉണ്ട് കർത്താവ്.
അവരെല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. സകലത്തിൻ്റെ മേലും അധികാരമുള്ള തമ്പുരാൻ്റെ കരങ്ങളിലെല്ലാം ഞങ്ങൾ സമർപ്പിക്കുക കർത്താവേ. ആർക്കും ഒരു കഷ്ടമോ സങ്കടമോ ഉണ്ടാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലിലെ കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി തലചായ്പാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ. ഓരോ മക്കളുടെയും യാത്രകളിൽ കൂടെ ഇരിക്കണമേ. വാഹനത്തെ രക്തം കൊണ്ട് മുദ്രയിടണമേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ആമേൻ. ഓരോ മക്കളോടും ആ കരം ചേർത്ത് പിടിച്ചോണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിട്ടുവിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരുണ്ട്. ICUവിലും CCUവിലും വെന്റിലേറ്ററിലും ഡെലിവറി റൂമിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുകയാ. സൗഖ്യമയച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കൈകാലൊക്കെ ചലനമില്ലാത്തവർ, നടക്കുവാൻ കഴിയാത്തവർ, വീൽ ചെയറിലായിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ശരീരവാസകലം പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവ്, തലയ്ക്കകത്ത് വേദനയാലും മൊഴിയാലൊക്കെ ഭാരമുള്ള ജീവിതങ്ങൾ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള മക്കളുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കളുണ്ട് കർത്താവേ. സ്തോത്രം, സ്തോത്രം. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവേ, തൻ്റെ മക്കളുടെ മേൽ സൗഖ്യമയച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാ. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരണം. കർത്താവിൻ്റെ കരുണയുടെ കരം ചാർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരീരമാസകലം അതിവേദനയാൽ ഭാരമുള്ളവർ കർത്താവേ. ശരീരമാസകലം നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ. അപ്പാ, നിൻ്റെ കരമൊന്ന് തൊടുമാറാകണം. നല്ല ഉറക്കവും ആശ്വാസവും ഓരോ മക്കൾക്ക് നൽകി സഹായിക്കുമാറാകണം. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുമുണ്ട് അപ്പാ. അപ്പാ, ഗുളികയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട് കർത്താവേ. നിൻ്റെ തിരുക്കരമൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ചിന്താകുലങ്ങളെയും മാറ്റണമേ കർത്താവേ. സ്വസ്ഥത അനുഭവപ്പാൻ ഇടയാക്കണമേ കർത്താവേ. സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഏർപ്പാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു കർത്താവേ. സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമേ. അനാഥരെയും വിധവകളെയും പരിപാലിക്കണമേ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ രാജ്യങ്ങളെയും അവിടെ ഭരിക്കുന്ന ഓരോ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ച എല്ലാ മക്കളും എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി തീരുവാനിടയാക്കണം. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ മക്കളെയും ഓർക്കണമേ അപ്പാ. സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണമേ കർത്താവ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.